കിച്ചൺ. ഇന്ന് ക്രിസ്മസ് അല്ലേ? എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് ഉമ്മ പെപ്പർ ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? Come on, let's go to the kitchen. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ക്രിസ്മസ് ദിനാശംസകൾ. മെറി ക്രിസ്മസ്. ഇന്ന് ഞാൻ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യത്തെ സ്റ്റെപ്പ് മാരിനേഷനാണ്. അതിനായി 500 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇത് നന്നായി കുഴച്ചു വെക്കുക. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനൊരു സോസ് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതിലോട്ട് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങൾക്ക് സ്പൈസി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലോട്ട് 1 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്തതാണ്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കുക. ഞാനൊരല്പം വെള്ളം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പെപ്പർ ചിക്കൻ നന്നായി തിളക്കുന്നുണ്ട്. നമുക്കിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോർമൽ കഴിക്കാൻ പറ്റുന്ന എരിവ് മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഒത്തിരി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും അളവ് കൂട്ടാവുന്നതാണ്. എല്ലാതരം ഫുഡിൻ്റെയും കൂടെ ചേരുന്ന ബെസ്റ്റ് സൈഡ് ഡിഷ് തന്നെയാണിത്.